അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തന്നല്ലേ? സുഖല്ലേ? അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ നിലകൊള്ളുന്നത് പുണ്യ സഫർ മാസത്തിലെ മറ്റൊരു ദിവസത്തിലാണല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഒരുപാട് നന്മകൾ, ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ ഉള്ള അമലുകൾ ചെയ്യാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. എന്താണെങ്കിലും നമ്മുടെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉതകുന്ന മാസമാണ് സഫർ മാസം എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഡൗട്ടുമില്ലല്ലേ. പല അന്ധവിശ്വാസങ്ങളുമുണ്ട്, പല അനാചാരങ്ങളുമുണ്ട്. സഫർ നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റൂല, അതൊന്നും വിശ്വസിക്കണ്ട. ശരിക്കും അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചതുപോലെ വലാ സഫർ എന്ന് പറഞ്ഞല്ലോ. സഫർ ശരിക്കും നല്ലൊരു മാസം തന്നെയാണ്. അതിൽ നമ്മൾ സംശയിക്കൊന്നും വേണ്ട. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും പറ്റിയ ഒരു മാസം. പിന്നെ സാധാരണ ഓരോ മാസത്തിലുള്ളതുപോലെയും ഈ ഒരു മാസത്തിലും അഥവാ ഈ സഫറിലും ചില രഹസ്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം. എന്താണെങ്കിലും പറഞ്ഞു വരുന്നത്, നിങ്ങൾ തമ്പനയിൽ ടൈറ്റിൽ ഒക്കെ കണ്ടതുപോലെ ഒരു ഇസ്മാണ്. ഈ ഇസ്മ ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഡെയിലി ഈ ഇസ്മ ചൊല്ലാൻ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പടച്ചോൻ സമ്പന്നനാക്കും. നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി പടച്ചോൻ തുറന്നു തരും. നമ്മളിപ്പോൾ പെട്ടുപോയ ലോണൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോയി ആകെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കല്ലേ, അതെന്നൊക്കെ പടച്ചോന് നമുക്ക് സലാമത്ത് നൽകും, മഹ്റജ് നൽകും, എക്സിറ്റ് നൽകും. എല്ലാ നിലക്കുള്ള ഒരു ഉയർച്ച, എല്ലാ നിലക്കുമുള്ള റിഫഅത്ത് ഉലൂവ് പടച്ച റബ്ബ് നൽകും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് നല്ല ഈമാനോടെ, നല്ല യഖീനോടെ, നല്ല ഉറപ്പോടെ ഈ പറയാൻ പോകുന്ന ഇസ്മ നമ്മൾ മനസ്സറിഞ്ഞിട്ട് പതിവാക്കുക, ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു കൈവിടൂല. ഏതാ ഇസ്മ അറിയോ? യാ മുഗ്നി, യാ മുഗ്നി, യാ മുഗ്നി. ഐശ്വര്യം നൽകുന്നവനെ, ഗിനയിലാക്കുന്നവനെ എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്നുള്ളത്. ഒരാൾ 1000 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ, പതിവാക്കിയാൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കുന്നതാണ്. എല്ലാ നിലക്കും നല്ല വീട് കൊടുത്തിട്ടും, അതുപോലെ നല്ല ഒരു ഭാര്യയെ കൊടുത്തിട്ടും, നല്ല മക്കളെ കൊടുത്തിട്ടും, നല്ല വാഹനം കൊടുത്തിട്ടും, സാമ്പത്തിക സ്ഥിതി കൊടുത്തിട്ടും, മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനസ്കത കൊടുത്തിട്ടും, ഇങ്ങനെ പല രീതിക്ക് പടച്ച റബ്ബ് നമ്മൾ ഐശ്വര്യവാനാക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. മനസ്സറിഞ്ഞ് എല്ലാ ദിവസവും പതിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമല് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. യാ മുഗ്നി, യാ മുഗ്നി ദിവസം നമ്മൾ 1000 പ്രാവശ്യം ചൊല്ലുക. 1000 എന്ന് പറയുമ്പോൾ നെട്ടാൻ നിൽക്കണ്ട, ചെറിയ എണ്ണാണ്. യാ മുഗ്നി എന്നുള്ളത് ചെറിയൊരു ഇസ്മല്ലേ. അതിങ്ങനെ ചൊല്ലി 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 ചുരുങ്ങിയ 2-3 മിനിറ്റുകൾ കൂടെ നമുക്ക് തീർക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. വഫഖന അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.